പലപ്പോഴും പ്രൊമോഷൻ ഭയങ്കരമായിട്ടുള്ള ഓവറായിട്ടുള്ള ഹൈപ്പ് വരാറുണ്ട്. ദാരുണമായ പരാജയമാണ് ദാരുണമായ പരാജയമാണ് വന്നിട്ടുണ്ട്. അത് ഈ ഓവറായിട്ടുള്ള ഹൈപ്പ് നെഗറ്റീവാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് വേറെ പടത്തെ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഗൗരവ വിഷമമാണ്. ഗൗരവ വിഷമവാഹനം ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിൽ ഇത്ര വലിയ ഹൈപ്പ് കിട്ടും. ആ ഒരു പടത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അതൊക്കെ. എന്താണെന്ന് അത് ചെയ്തു. ഇപ്പൊ ഗൗരവമായ വിഷമവാഹനം പാർട്ട് 2 ചെയ്യുമ്പോൾ എനിക്ക് അറിയും നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടു എന്റെ പടത്തിൽ. അപ്പൊ ടൈഗർ ഡാൻസ്, അപ്പോ ഓക്കെ, ഐ മേക്ക് 50 ടൈഗേഴ്സ് ടു ഡാൻസ്. അപ്പോ നിങ്ങളിത് കാണുമ്പോൾ അത് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം റിപ്പീറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ ഗ്രാൻഡിയർ ആഡ് ചെയ്തു. അങ്ങനത്തെ ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ മേക്കർക്ക് വി ആർ ലോസ്റ്റ് in the grandeur. Many times the film loses not because of the hype, it's because of the grandeur also. For example, I did my first film in 23 lakhs. Second film had a little more budget, and if you give me 100 crores, building a set is a fun for me, right? Set കാണുമ്പോൾ എനിക്ക് എൻ്റെ തോട്ട്സ് വരും, വാവ് എന്താ ഇത് നല്ല പടം. So the moment I take a phantom camera and take slow motion shots, I keep on thinking that the film is coming out good, the film is coming out good. But when you pay 150 rupees and go inside the theater, you will watch the film simply. You are not bothered about the grandeur, you are not bothered about the slow motion shot. You will just see the film and think that, okay, this film is working or this film is not working. Hype, പിന്നെ നമ്മുടെ ചില സമയത്ത് നമ്മുടെ സക്സസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, I mean, we try to imitate our own success. I think that becomes a biggest failure in a filmmaker's life, but that is something we need to take care of. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഫിലിം മേക്കർ മലൈക്കോട്ട വാലിബൻ എന്നൊരു സിനിമ ചെയ്തു. ഡാൻസാണെന്ന് വെച്ചിട്ട് അത് യൂഷ്വൽ ടെംപ്ലേറ്റുള്ള സിനിമ ആയിരുന്നില്ല. അതിനൊരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നത്. കുറേ ആളുകൾ ഇഷ്ടപ്പെട്ടു, കുറേ ആളുകൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സോ അത് അദ്ദേഹത്തിന് ഒരു 3 ആഴ്ചത്തെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ രണ്ടുപേരും ഡയറക്ടേഴ്സാണ്. സോ ഒരു ഔട്ട് ഓഫ് ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക, അത് വർക്ക് ആവാണ്ടിരിക്കുക, അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ആഫ്റ്റർ മാത്ത്, ഹൗ യു സീ ദാറ്റ്? I think I would be very happy to discuss about my film. Never padam cheyidu Tovi. I think I had a lot of expectation which didn't happen in Karnataka. But Kerala, everybody saw the film and accepted it very easily because of whatever you said, because of the anticipation people had in Karnataka. Kerala, many film goers didn't know who I am. So when they watched Tovi plainly, it was a very simple film and they liked it. And in Karnataka that was not the case. Sometimes our previous work also will, like, we become ambitious many times as filmmakers. We want to do better, we want to do great. So sometimes it happens, sometimes it doesn't happen. That's not a problem at all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens, sometimes wrong campaigning might happen. Sometimes we might get over-indulgent, self-indulgent. That can all happen, but we take the lesson and like, okay, noted sir. We will try to do the best in the future coming days, that's all. അവരുടെ സാധാരണ ഈ ആക്ഷൻ ചെയ്യുന്ന ആളുകളെ ആ സമയത്ത് ആക്ഷൻ സിനിമയ്ക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ട്രിംഡായിട്ട് ഭയങ്കര വെൽ മെയിൻ ഫിസിക്കൊക്കെ ആയിട്ട് ചെയ്യും. ഈവൻ ദോ ഇപ്പോൾ സ്ട്രഗിളിംഗ് ഒക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ ഫിസിക്കനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ രുദ്രത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ വളരെ നോർമലായിട്ടൊരു നോർമൽ ബോഡി ടൈപ്പാണ്, സാധാരണ ഒരു ലേഡി. അപ്പം ആ ഫിസിക്കും വെച്ചിട്ട് യു ഹാവ് ടു ഡു സം ഡയർ സ്ട്രഗ്ലിംഗ്. അത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു? ദിസ് വാസ് നെവർ ആൻ ആക്ഷൻ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ മൂവിക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് ടു ബി ട്രിം ആൻഡ് എന്താ പറയുക, വർക്ക്ഔട്ട് ചെയ്ത് ഭയങ്കര ഇതങ്ങനെയല്ല. അത് അൺഎക്സ്പെക്ടഡ് സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്ന കുറച്ച് സ്റ്റണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് വെരി ബോതർഡ് അബൌട്ട് ഹൗ ഐ ലുക്ക്ഡ് ഇൻ ദ ഫിലിം. Because if that was concentrated, അതിലും കോൺസെൻട്രേഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പേർപ്പസ് കംപ്ലീറ്റ്ലി പോകും സിനിമയുടെ. നമ്മൾ സിനിമയിൽ പറയുന്നത് നമ്മളൊരു ആക്ഷൻ മൂവിയാണോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് സിനിമ ചെയ്യുന്നതെന്നല്ല, നമ്മുടെ സിനിമയുടെ ഉദ്ദേശമേ വേറെയാണ്.
ടോക്സ് ലോട്ട് അബൌട്ട് ഇമോഷൻസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിമാണ് ഞാൻ കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നമുക്ക് അങ്ങനെ ഒരു പ്രോസസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ മാതിരി പോകേണ്ടത്. ഇത് അങ്ങനത്തെ ഒരു വളരെ സാധാരണമായിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഒരു സ്റ്റോറിയാണ്. അപ്പം അതിൽ വീണ്ടും കോൺസെൻട്രേറ്റ് ലോട്ട് ഓൺ ഹൗ ഐ ലുക്ക്. ഫിസിക്കിന്റെ കാര്യത്തിൽ ആയിരുന്നില്ല കോൺസെൻട്രേഷൻ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇറ്റ് ലുക്സ് വെരി നോർമൽ. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ നോർമലായിട്ടുള്ള ഒരു ലേഡി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. അപ്പം ആ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പേ പ്രിപ്പയർ ആയിട്ട് ഇങ്ങനെ കാര്യമില്ല. ഓക്കെ ആയിരുന്നു, എനിക്ക് കൺവിൻസ്ഡ് ആയിരുന്നു. അപ്പം അതല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഓരോ ബ്ലോക്കൊക്കെ വെച്ച് അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഫൈറ്റ് സീക്വൻസ് സ്ട്രഗിൾ ഒന്നുമല്ല. നമ്മൾ ഓരോ ആക്ഷൻ്റെ അടുത്തും ഓരോ ആക്ഷൻസും മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ്. അപ്പം ഇപ്പം എനിക്കൊരു സിറ്റുവേഷൻ വരുന്നത് ഞാൻ എന്നോട് റിയാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ ബോഡി വെച്ചിട്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. അത് കൺവിൻസ്ഡാണ് ആ ക്യാരക്ടർ. നവകഥ സമുദായം എന്ന രീതിയിൽ ഇത്തരമൊരു ജനങ്ങളുമായിട്ട് വരുമ്പോൾ സാറിന് മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ എന്തായാലും നമുക്ക് പറയാമോ? ഞാനത്തെ പ്രതിസന്ധി ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാം. അടുത്ത പ്രതിസന്ധി അത് എനിക്കൊരു ഡെബ്യൂട്ടായിട്ട് വൺസ് പ്രൊഡ്യൂസർ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനുശേഷം ആ വിഷയം വേണ്ട ഫേസുകൾ നമ്മൾ കണ്ടെത്താം. അപ്പം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടിയ അതുപോലെ തന്നെ പണം ഞാൻ വിചാരിച്ച പോലെ ആയി എന്നുള്ള തോന്നുന്നു. പിന്നെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെക്നിക്കൽ ക്രൂ. ടെക്നിക്കൽ ക്രൂ എന്നുള്ളതിനപ്പുറം അവിടെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുഖമായിട്ടുള്ള കാര്യം. അപ്പം ഈ ടെക്നീഷ്യൻസ് ഒക്കെ എൻ്റെ വെറും ടെക്നീഷ്യൻസ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇവിടെ ക്യാമറമാൻ, എഡിറ്റർ, ഇപ്പം ചീഫ്, അതുപോലെ തന്നെ സൂപ്പർ. ഇവിടെ ഞങ്ങളൊക്കെ കുറച്ചധികം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് ഈസിയായിട്ട് മനസ്സിലാവും. ഭയങ്കര സുഖമുള്ള പ്രോസസ്സായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം രാജനായാലും രാജസാറിനായാലും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടുപേർക്കും കേട്ടത്. രാജസാർ ഒരിക്കലും നിങ്ങൾ കുറച്ച് പണം ഡയറക്ട് ചെയ്ത ആളാണ്, നിങ്ങളൊന്ന് ഹൈജാക്ക് ചെയ്ത ആളാണ്, അങ്ങനെയൊന്നുമില്ല. പുള്ളിയുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട. അത് രാജസാറിന് അറിയാം ഇത് ഇയാളുടെ വിഷയങ്ങളുള്ള സിനിമയാണുള്ളത്. നമ്മൾ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത രണ്ട് ആർട്ടിസ്റ്റാണ്. മാത്രമല്ല അവിടെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് നമുക്കുള്ളത്. അതിൽ ഞാൻ ഹാപ്പിയാണ്.